ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് വർഷയുടെ ബർത്ത്ഡേ ആണ്. അതെല്ലാവരും കൂടി ആഘോഷിക്കണം കേട്ടോ. അങ്ങനെ രാത്രി തന്നെ ഒരു ബിഗ് സർപ്രൈസ് തന്നെ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇതൊക്കെ നിങ്ങളുടെ പ്ലാനിങ് ആയിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷ. അതിനിപ്പോൾ എന്താ, തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനെന്ന് ഞങ്ങളുടെ ആഗ്രഹമാണ്. പെട്ടെന്ന് വന്നാൽ കേക്കൊന്ന് കട്ട് ചെയ്തേ. ഇതെല്ലാം തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിവേകേട്ടനാണെന്ന് നമ്മുടെ അഭി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പെട്ടെന്ന് തന്നെ ആ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വിവേകിനടുത്ത് കൊടുക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് വിവേകിന് വായിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേനും വിവേക് കയ്യിലൊന്ന് കടിക്കുന്നുണ്ട് കേട്ടോ. ആ ക്ലിപ്സ് ആണെങ്കിലോ നമ്മുടെ അഞ്ചു എടുക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്ലിപ്സാണ് വൈറലാവാനായിട്ട് പോകുന്നതെന്നും പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വിവേകാണെങ്കിലോ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ അബിയോട് സംസാരിക്കുന്നുണ്ട്. എന്തായി, ഇന്ന് വർഷമായിട്ട് എന്നോട് പ്രണയം തുറന്ന് പറയുമെന്നൊക്കെ അബിയല്ലേ പറഞ്ഞത്. താൻ വിഷമിക്കേണ്ട വിവേകേട്ടാ, കാരണം രാവിലെ വരെ സമയമുണ്ടല്ലോ, ഞാൻ ഏറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് പോയില്ലെങ്കിൽ ആ കേക്ക് മൊത്തം അവന്മാർ തിന്ന് തീർക്കുമെന്ന് പറയുന്നു. അങ്ങനെ അവർ തിന്ന് തീർക്കുമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ബേക്കറി കട മൊത്തം അക്കിൽ ഞാൻ വാങ്ങിച്ചു തരുമെന്ന് പറയുന്നു കേട്ടോ. എന്താ ഇവിടെ ഒരു ചർച്ച? ചുമ്മാ. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ ശരി, രാവിലെ നമുക്ക് അമ്പലത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വർഷയാണെങ്കിൽ വിവേകിനെ നോക്കി നിൽക്കുന്നുണ്ട്. വിവേക് തിരിച്ചും. അതിനുശേഷം തന്നെ പിന്നീട് വർഷയാണെങ്കിലോ ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും ഒരുമിച്ച് കിടക്കാനായിരുന്നു പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. രാവിലെ തന്നെ നമുക്ക് ഗംഭീര സദ്യ ഒരുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അമ്പലത്തിലും പോകണം, ഇനി ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കാനായിട്ട് പോവുള്ളൂ എന്ന് പറയുന്നു. വർഷയാണെങ്കിലോ അത് പറ്റില്ല, കാരണം രാവിലെ എനിക്ക് ഓഫീസിൽ പോകണം, ഇന്ന് പുതിയ മാനേജർ ചാർജ് എടുക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ അവിടെ നിൽക്കട്ടെ, തൻ്റെ ബർത്ത്ഡേ ഒരു വർഷമല്ലേ വരുന്നുള്ളൂ, ഇത് ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കണം, നാളെ അമ്പലത്തിൽ പോവും, സദ്യയൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കുന്നു. പിറ്റേ ദിവസം നല്ല സുന്ദരി കുട്ടികളായിട്ട് എല്ലാവരും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. കൂടെ വിവേകമുണ്ട്. അതിനുശേഷം തന്നെ അവിടുത്തെ ദേവി ശക്തിയുള്ളൊരു ദേവിയാണെന്നും അവിടെ പട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്ന് അഭി പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വർഷ തൻ്റെ ആഗ്രഹം എന്താണ്, എൻ്റെ ആഗ്രഹം എന്താണ്, എൻ്റെ ആഗ്രഹത്തിൽ ജീവിച്ചവരൊക്കെ ദേവിയുടെ സന്നിധിയിലാണ് ഇപ്പം, പിന്നെ എന്താ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടി തന്നെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. തനിക്ക് ലക്ഷ്യബോധം ഇല്ലാത്തതാണ് മെയിനായിട്ടുള്ള പ്രശ്നം, എന്തെങ്കിലും ഒരു ലക്ഷ്യബോധം വേണമെന്നും പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം തന്നെ എല്ലാവരും ഒരു കാര്യം പറയുന്നുണ്ട്. വിവേകേട്ടൻ വരുന്നുണ്ട്. അതിനുശേഷം വിവേകിൻ്റെ പട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വർഷം അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ചെന്ന് അവളോട് കാര്യങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വിവേകാണെങ്കിലോ വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ആ അമ്പലത്തിൽ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. ഭഗവതിയോട് നേരിട്ട് തന്നെ മനസ്സറിഞ്ഞ് തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ തുറന്ന് പറയുന്നില്ല. അവരുടെ മനസ്സുകൾ ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പട്ടുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം തന്നെ വിവേക് വർഷ ചിരിച്ചു നോക്കുന്നുണ്ട് കേട്ടോ വിവേകിനെ. പിന്നീടാണെങ്കിലോ അബിയോട് ചെന്നിട്ട് വർഷ പറയുന്നുണ്ട്, താൻ എന്ത് പണിയാണ് കാണിച്ചത്, ഇപ്പോൾ വിവേകിനോട് സംസാരിക്കണം എന്നുള്ളത് ഒരു പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും, ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ അഞ്ചു വരുന്നുണ്ട്. അഞ്ചു, അബിയോട് നീ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല, വിവേക് തൻ്റെ അടുത്തേക്ക് വന്നതോ അതായത് ബാത്റൂമിൽ കയറിയതൊന്നും ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അബി പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ, ഇനിയിപ്പോൾ വർഷം ആര് വിവാഹം കഴിക്കും, ഒരു ചെറുപ്പക്കാരുടെ റൂമിലേക്ക് കയറി വന്നു എന്നൊക്കെ അറിഞ്ഞ് എല്ലാവരും നാണം കെടുത്തില്ലേ, അയ്യോ നിൻ്റെ ജീവിതം എന്തോ ആയിരിക്കും വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷൻ അടുപ്പിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ വർഷം പറയുന്നതിന് അബി എന്നെ ഒരു ടെൻഷൻ ആക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും പിന്നെ വിവേക് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ വന്നിട്ടുള്ളത് ഒരു കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ്, തന്നോടുള്ള ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട്. തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് തന്നെ പറയണം. ഞാൻ ശിവയുടെ കാര്യം നിങ്ങളോട് പറയുന്നതല്ലേ, ശിവയുടെ കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ശിവ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരാണ് ഒന്നാവേണ്ടത്, അല്ലാതെ മറ്റാരുമല്ല. പെട്ടെന്ന് വിവേകിനോട് പോയിട്ട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ വർഷ വിവേകിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മനസ്സ് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. വിവേക് ചോദിക്കുന്നുണ്ട്, ഉള്ളു തുറന്ന് തന്നെ ചോദിക്കുകയാണ്, തൻ്റെ പുറകെ കുറേയായി ഞാൻ നടക്കുന്നു, തനിക്ക് എന്നെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ ഇപ്പം തന്നെ തുറന്ന് പറയണം, എനിക്ക് എന്ത് കുറവാനുള്ളതെന്ന് എനിക്കറിയാലോ. അപ്പോഴത്തേന് വർഷ പറയുന്നുണ്ട്, എനിക്ക് വിവേകിനെ പോലെയൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല, പിന്നെ ഞാൻ നോക്കിയതിൽ വിവേകിന് ഒരു കുറവുമില്ല,
പിന്നീട് എന്നെ വിവാഹം കഴിക്കാനാണ് വിവേകിന് താല്പര്യമെങ്കിൽ എനിക്ക് പ്രണയിച്ച് നടക്കണമെന്ന് തീരെ താല്പര്യമില്ല വിവേക്. മാത്രമല്ല നമ്മുടെ കല്യാണം നടക്കണമെങ്കിൽ വസുന്ധരാൻ്റി സമ്മതിച്ചാൽ മാത്രമേ ഞാൻ അതിന് സമ്മതിക്കുള്ളൂ എന്നുള്ളൊരു നിബന്ധന അവിടെ വർഷ വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വർഷയ്ക്ക് വിവേകിന് ഇഷ്ടമാണ്, പക്ഷെ ബന്ധങ്ങൾ അത് ഉലയാനും പാടില്ല എന്നൊരു ഇതിലാണ് കേട്ടോ വർഷം നിൽക്കുന്നത്. എന്തായാലും പുതിയൊരു മാനേജർ ഇന്ന് ചാർജ് എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ശ്രീനാഥിനെ പോലെ ഒരാളാണ്. ഒരുപക്ഷെ ശ്രീനാഥ് ആയിരിക്കാം. എന്തായാലും അതിലൂടെ തന്നെ ഇനി കഥ മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ. ഇത്രയും കാണിച്ചാണ് നേരത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് കാണാം.